നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്ന ഒരു ലീഗൽ എൻറ്റിറ്റി ഫോം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ഇന്ത്യക്കകത്ത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം നിലനിൽക്കുന്നത്. സാധാരണഗതിയിൽ പാർട്ട്നേഴ്സ് ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിനെ പറ്റി ആലോചിക്കുന്നത് എപ്പോഴും അവർ തമ്മിലൊരു തർക്കം ഉടലെടുക്കുമ്പോഴാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ പാർട്ട്നേഴ്സും വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയെ പോലെ നിയതമായിട്ടുള്ള സ്ട്രക്ചർ പാർട്ട്ണർഷിപ്പിനില്ല. കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് നിർവചനമോ കൃത്യമായിട്ടുള്ള ഒരു ഓണർഷിപ്പ് നിർവചനമോ പാർട്ട്ണർഷിപ്പിനില്ല. ഇതെല്ലാം പാർട്ട്നേഴ്സ് തമ്മിലുള്ള ധാരണ പ്രകാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാകണം എന്നുള്ളതിനെപ്പറ്റി പൂർണ്ണമായിട്ടും ഗവേൺ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റാണ്. ഈവൻ ദോ ദർ ഈസ് എ പാർട്ട്ണർഷിപ്പ് ആക്ട് ദർ. രണ്ട് സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. ഒന്ന്, പാർട്ട്നേഴ്സ് വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്നും ഇവർ തമ്മിലുള്ള അവകാശങ്ങളെപ്പറ്റിയും ബാധ്യതകളെപ്പറ്റിയും കൃത്യമായിട്ട് പറഞ്ഞിരിക്കേണ്ടത് ഒരു ഡോക്യുമെൻ്റ് രൂപത്തിൽ ആവശ്യമാണ്. അത് ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സിറ്റുവേഷൻ ഞാൻ പലപ്പോഴും പാർട്ട്ണർഷിപ്പിൽ കണ്ടിട്ടുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് വളരെ അധികം ഉന്നതിയിലേക്ക് എത്തുന്നു. വളരെയധികം സമ്പാദ്യം പാർട്ട്നേഴ്സിൻ്റെ അകത്ത് നിന്ന് പാർട്ട്നേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ട് പാർട്ട്ണർഷിപ്പിനകത്ത് ഉണ്ടായി വരികയാണ്. ഈ സമയത്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു പാർട്ട്ണർക്ക് ആ പാർട്ട്ണർഷിപ്പിനെ കൈക്കലാക്കണമെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അത് ചെയ്യാൻ പറ്റിയേക്കാം. ഒരു പാർട്ട്ണർക്ക് ഒരുപക്ഷെ ഒന്നുമില്ലാതെ പോകുന്ന അവസ്ഥ വരെ പല സമയത്തും എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് ദേ ഹാവ് ടു എൻ്റർ ഇൻ ടു വെരി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. വാട്ട് ആർ ദെയർ റൈറ്റ്സ് ആൻഡ് വാട്ട് ആർ ദെയർ ലയബിലിറ്റീസ്, വാട്ട് ആർ ദെയർ റോൾസ് ഇൻ ദ പാർട്ട്ണർഷിപ്പ്. Moreover, what is the expectation set from each of the partners? ഈ കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ എഴുതി കഴിഞ്ഞാൽ രണ്ട് സമയത്ത്, ഒന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും രണ്ട് നല്ല കാലം വരുമ്പോഴും പാർട്ട്നേഴ്സിന് വളരെ കൃത്യമായി തന്നെ അവർക്ക് അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധ്യമുണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പ് ഒരു സ്ട്രഗിളും ഇല്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കും.